ഇന്നലത്തെ ദിയാകൃഷ്ണയുടെ വീഡിയോന് ശേഷം ധാരാളം വ്യക്തികളാണ് ചോദിച്ചത്, വേദനയില്ലാതെ പ്രസവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതായത് അമ്മയ്ക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ വേദനിച്ച് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. 10 മാസം ചുമന്ന ഒരു കണക്ക് ചിലപ്പം അമ്മമാര് പറയാറുണ്ട് വിഷമം വരുന്ന സമയത്ത്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ഇതും കൂടെ പറയാം, വേദനിച്ചാണ് പ്രസവിച്ചെന്ന് പറയാം. അല്ലാതെ കൃഷ്ണയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് എല്ലാവരും അന്വേഷിച്ചത് ആശുപത്രിയെ കുറിച്ചാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടിയ ആശുപത്രി എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ആളുകൾ കമന്റ് ചെയ്തിരുന്നത്. ഹോസ്പിറ്റൽ ബില്ല് എത്രയായി, ദിയയുടെ കുടുംബങ്ങൾക്കെല്ലാം അവിടെ താമസിക്കാൻ സാധിച്ചോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും പിന്നാലെ എത്തി. അതിനുള്ള മറുപടിയുമായി ദിയയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയതുപോലെ അനുഭവമായിരുന്നു എന്നു കരുതി നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള തുക ഇതിന് ആയിട്ടില്ല. ഡെലിവറിക്ക് എത്തുന്ന പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും ഇവിടെ കിട്ടുന്ന കെയറിങ്ങിന്റെ ഒരു ഫീല് പറയാൻ വാക്കുകളില്ലാത്തതാണ്. സാധാരണ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ നിന്നും 30 മുതൽ 40,000 രൂപ വരെ വ്യത്യാസമേ ഉള്ളൂ. ഇത്തരം ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് പ്രസവിക്കാൻ കിടക്കുന്ന കുട്ടികൾക്കും അവളുടെ കുടുംബത്തിനും കിട്ടുന്ന സമാധാനം വളരെ വലുതാണ്. ഈ ഹോസ്പിറ്റലിൽ മോളെ നോക്കിയ ഡോക്ടറോടും പരിചരിച്ച നഴ്സുമാർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് ഓസിയുടെ അമ്മ വളരെ സ്നേഹത്തോട് പറഞ്ഞത്. കാലം മാറുമ്പോൾ പഴയതിൽ നിന്നും മാറി ആശുപത്രിയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് സിന്ധു അമ്മ പറഞ്ഞത്. ഷൂട്ട് റൂമാണ് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത്. ഡെലിവറി നടക്കുന്ന റൂമിനോട് ചേർന്നിട്ടുള്ള ഷൂട്ട് റൂമാണിത്. ഈ ആശുപത്രിയിൽ അങ്ങനെയുള്ള നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലെ നിന്നുള്ള റൂം തന്നെയാണ് ഇത്. ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു റൂമാണെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. സിന്ധു കൃഷ്ണയോട് മോളുടെ പ്രസവ വീഡിയോ യൂട്യൂബിൽ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: മോളുടെ പ്രസവ സംബന്ധമായ വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഓസിയുടെ കാര്യത്തിൽ ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു. ഡെലിവറി നേരിട്ട് കാണാൻ പറ്റി. ഇതൊരു മാജിക്കൽ ഫീലായിരുന്നു. വേദന വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ചെയ്യേണ്ടി വന്നില്ല. ഇൻ്റർനാഷണൽ ആശുപത്രിയിൽ കിട്ടുന്ന വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ വന്നിറങ്ങിയത് മുതൽ സെക്യൂരിറ്റി മുതൽ ഓരോ ജീവനക്കാരും വളരെ നന്നായാണ് ബിഹേവ് ചെയ്തത്. പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിചയമുള്ള ധാരാളം ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങളെ പരിചയമുള്ളവരും ധാരാളമുണ്ട്. അപ്പോൾ വ്യക്തിപരമായി കിട്ടുന്ന ഒരു പരിചരണം വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ദിയയുടെ അമ്മ ഹോസ്പിറ്റലിനെ കുറിച്ച്. ദിയയുടെ ഈ പ്രസവ വീഡിയോ യൂട്യൂബിൽ ഇട്ടതോടെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന, നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് യൂട്യൂബേഴ്സും ചർച്ച ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഈ ഒരു വേദന എല്ലാ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സാധാരണ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൻ്റെ പുറത്തു നിന്ന് അവരെ കാണാൻ പോലും കഴിയാതെ നിൽക്കാനേ കഴിയുകയുള്ളൂ. ഭർത്താവിനും കുടുംബത്തിനും അവരുടെ അടുത്ത് ചെന്നിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരിക്കും ആ സമയത്ത്. ലേബർ റൂമിലേക്ക് പോകുമ്പോൾ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കും. പറഞ്ഞാൽ ദിയാകൃഷ്ണയുടെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന പുരുഷന്മാർ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കും. ഈ ഒരു വീഡിയോയെ കണ്ടപ്പോൾ എന്തായാലും പ്രസവം എന്നുള്ളത് ഒരു വാക്കുകൊണ്ടൊന്നും നിർവചിക്കാൻ കഴിയുകയില്ല. ഒരല്ല 21 എല്ലുകൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാണ്. പല്ല് വികസിച്ച് ഓരോ കുഞ്ഞും പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന വേദന ആണ് പ്രസവം. പക്ഷേ വാക്കുകൾ കൊണ്ടൊന്നും അത് നിർവചിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് സിസേറിയനും. ഇപ്പോൾ ചിലർ പറയും സിസേറിയൻ ആണെങ്കിൽ വേദനയൊന്നും സഹിക്കണ്ടല്ലോ, സിസേറിയൻ അല്ലേ എന്നൊക്കെ ചിലർ പറയും. ഇതിനെക്കാടിയൊക്കെ വേദനകരമായ ഒരു സംഭവമാണ് സിസേറിയൻ ചെയ്യുന്നത്. ഏതു വിധത്തിലാണെങ്കിലും ഡെലിവറി ചെയ്യുന്ന സിസേറിയൻ ആയിട്ടാണെങ്കിലും പ്രസവമായിട്ടാണെങ്കിലും കുഞ്ഞ് ജനിക്കുന്നതെങ്കിലും ഒരു ഉമ്മയും അതിന് കണക്ക് പറയാറില്ല.
എന്തായാലും ദിയയുടെ വീഡിയോക്ക് ഇത്രയേറെ സപ്പോർട്ടും ഡെലിവറി വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ദിയ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിൻ്റെ വരവിന് ശേഷം ദിയ അതീവ സന്തോഷത്തിലാണ്. പുതിയ വ്ലോഗിലൂടെ ഇരുവരുടെയും രസകരമായ സംഭാഷണം വൈറലാണ്. പിറന്ന നിമിഷം എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ പ്രിയപ്പെട്ടത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും എൻ്റെ വിവാഹം നടന്ന നിമിഷങ്ങളാണ് എന്നാണ് അശ്വിൻ പറഞ്ഞത്. 2 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. കുറേ കാലം ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു.